ഇത് കാസർഗോഡ് നീലേശ്വരം വെങ്കളം സ്വദേശി ഷിംജിത്ത്. മംഗലം കളി, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, നാടൻ പാട്ടുകൾ, തെയ്യം, നാടോടി നൃത്തമടക്കം ഗോത്രകലകളിൽ നൈപുണ്യമുള്ള വ്യക്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാറ്റുരയ്ക്കാൻ ഇക്കുറി തദ്ദേശീയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ ഗോത്രകലകൾക്ക് പ്രധാന വേദിയായി മാറിയത് നിശാഗന്ധിയിലെ കബനി നദിയാണ്. തദ്ദേശീയ കലാരൂപങ്ങളെ സർക്കാർ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഗോത്രകലകളെ പഠിപ്പിക്കാനുള്ള പരിശീലകരെയോ വിലയിരുത്താൻ അറിയാവുന്ന വിധികർത്താക്കളെയോ സർക്കാർ കണ്ടെത്തിയില്ലെന്നും വിമർശനമുണ്ട്. കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ തദ്ദേശീയ കലാരൂപങ്ങളുടെ വേഷങ്ങൾക്കും വാദ്യോപകരണങ്ങൾക്കും ഗോത്ര സംസ്കാരവുമായി ബന്ധമില്ലെന്നാണ് ഷിംജിത്ത് പറയുന്നത്. മംഗലം കളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ, ഇരുള നൃത്തം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെയും, പളിയ നൃത്തം വരുന്നത് ഇടുക്കിയിലെയും, ഈ മലപ്പുലയാട്ടം എന്ന് പറയുന്നത് മറയൂരിലെയും, പിന്നെ പണി നൃത്തം വയനാട്ടിലെയും, അങ്ങനെ 5 ഗോത്രകലകൾ ഈ മത്സരത്തിൽ വന്നു. അത് വളരെ സന്തോഷമുണ്ട്. 10ഓളം കലകളാണ് ഇത് നമ്മുടെ മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. അതിൽ 5ഓളം ഇനങ്ങൾ വന്നു. അതിൽ കാസർഗോഡിൻ്റെ ഒരു മംഗലം കളി എന്ന് പറയുന്നത് പഠിക്കണമെങ്കിൽ തന്നെ കുറേ പണികളുണ്ട് കുട്ടികൾക്ക്. കാരണം അതിൻ്റെ പാട്ട്, തുളുപാട്ടുകളാണ്, അതിൻ്റെ തുടികൊട്ട്, അതിൻ്റെ ചുവടുകൾ, അതിൻ്റെ മറ്റ് ഡ്രസ്സിങ് കാര്യങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു, അത് വേദിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു, അത് ജനകീയമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സന്തോഷമുണ്ട്. ഇതിൻ്റെ വേഷവിധാനങ്ങളെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള അമ്മമാരോ അല്ല അച്ഛന്മാരോ ഇത് ചെയ്തിരിക്കുന്ന വേഷങ്ങളല്ല ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവരും പാരമ്പര്യം പറയുന്നുണ്ട്. ഇപ്പോൾ മംഗലം കളിക്കുന്ന നമ്മൾ പാരമ്പര്യം പറയുന്നുണ്ട്. പക്ഷെ പാരമ്പര്യത്തിൽ പറയുന്ന ആ വേഷവിധാനങ്ങളിലല്ല ഇവിടെ മംഗലങ്ങളെ അവതരിപ്പിച്ചത്. ഈ മലപ്പുലയാട്ടം ഈ മറയൂരിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇതിന് വിധികർത്തായി നിൽക്കാനുള്ള ആൾക്കാരില്ല. പരിശീലകർ തന്നെ വിരളമാണ്. അതുപോലെ തന്നെയാണ് ഈ പളി നൃത്തത്തിൻ്റെ കാര്യം. ഞാനൊക്കെ ജഡ്ജ്മെൻറ്റിന് പോയ സമയത്ത് അവിടെ ഐറ്റമിന് ആളില്ലാത്തതുകൊണ്ട്, വിധി നിർണ്ണയിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഗോത്രകലകളുടെ പാട്ടുകൾക്ക് തമിഴുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഷിംജിത്ത് മാഷിന്റെ പക്ഷം. നമ്മുടെ പളി നൃത്തമായാലും മലപ്പുലയാട്ടമായാലും ഇരുള നൃത്തമായാലും ഇതൊരു തമിഴ് ബോർഡറിൽ നിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പാട്ടുകളും അല്ലെങ്കിൽ കൊട്ടുകളും തമിഴ് ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതിൻ്റെ വാദ്യങ്ങളായാലും തനത്, അതായത് നമ്മൾ തന്നെ കളിച്ചു പോകുന്ന ഒരു വാദ്യോപകരണങ്ങളോടാണ് അവർ ചെയ്യുന്നത്. പഴയ കാലത്ത് അതിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ വാദ്യമാണ്. ഇപ്പോൾ അത് ആ ട്രെൻഡ് മാറി. ഇപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇരുമ്പിൻ്റെ കൊണ്ടും അതിൻ്റെ തകിടുകൾ കൊണ്ടും ഉണ്ടാക്കിയ വാദ്യമാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തുകല പോലും കിട്ടാനില്ല. സിന്തറ്റിക് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാദ്യങ്ങൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി സ്കൂൾ, കോളേജ് കലോത്സവ വേദികളിൽ പരിശീലകനായും വിധികർത്താവായും ഷിംജിത്തിന്റെ സാന്നിധ്യമുണ്ട്. ഷിംജിത്തിനെ പോലുള്ള ഗോത്ര കലാകാരന്മാർക്ക് വരും വർഷങ്ങളിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.